ഹലോ ഇപ്പോൾ സമയം 9 മണി. മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു 11 മണിയാകുമ്പോൾ വരാം, അപ്പോഴത്തേക്കും യാത്ര ആയിരിക്കണമെന്ന്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞപ്പോൾ തന്നെ കാലത്ത് തന്നെ സിന്ദൂരൊക്കെ തൊട്ടിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേക്കപ്പ് ചെയ്യണം. അതിനേക്കാൾ മുമ്പൊന്ന് ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. ഇന്ന് ഗുരുവായൂർ ഏകാദശി കാരണം ഞാൻ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് അരിയാഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, രാത്രിക്കും കൂടിയും കഴിക്കാനായിട്ട്. പിന്നെ എന്താ പഴം ഉണ്ടായില്ല, ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ളൂ, അപ്പോൾ വരും വഴിക്ക് പഴം വാങ്ങാമെന്ന് വെച്ചു. ഇനി മേക്കപ്പ് ചെയ്ത് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഈ കുർത്തിയാണ് കേട്ടോ ഇടുന്നത്. ഇത് മീഷോന്ന് വാങ്ങിച്ച കുർത്തിയാണേ. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് അപ്പോൾ തന്നെ അബ്സോർബ് ആവുള്ളൂ. ഒരു 2 മിനിറ്റെങ്കിലും വേണം അബ്സോർബ് ആവാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ടൈം അത്രത്തോളം വേഗമല്ല, അത് കാരണം തന്നെ സൺസ്ക്രീം അപ്ലൈ ചെയ്യില്ല. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കൊക്കെ ഇടേണ്ട, അത് കാരണം തന്നെ സൺസ്ക്രീം ഇടുന്നില്ല. ഫസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൗഡറാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഇടലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, തിരക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല, എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ കോരി വാരി ഇട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് ഐബ്രോ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഫോൺ നോക്കി ചെയ്താൽ ഒട്ടും തന്നെ ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ കണ്ണാടിയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അങ്ങനെ ഐബ്രോ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് എൻ്റെ കണ്ണൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഐലൈനർ എഴുതാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഈ ഐബ്രോ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ണും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഐബ്രോ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് എൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ള ലിപ്സ്റ്റിക്കൊക്കെ മോളുടെ റൂമിലാണ് ഇരിക്കുന്നത്. ഈ വഴി ഇനി അതൊക്കെ പോയി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കയ്യിലുള്ള ലിപ്സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മുടി ഇങ്ങനെ വെറുതെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് എൻ്റെ കയ്യിൽ ഈ മാലയുണ്ട്. ഇത് കുറേ നാളായി പുറത്തേക്ക് പോകുമ്പോഴെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായിട്ടാണെന്ന് വെച്ചാൽ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പൊട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തേക്ക് പോകാം. അപ്പോൾ ഹസ്ബൻഡ് വരും. അപ്പോൾ വേഗം തന്നെ യാത്ര ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ ആൾ വന്ന് അങ്ങനെ പുറത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ജ്വല്ലറിക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മക്കൾക്ക് വല്ലതും വാങ്ങണം. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള കലാപരിപാടികളായിരുന്നു ഇതൊക്കെ. അപ്പോൾ പോട്ടെ.